ഇന്ന് കോവയ്ക്ക ഫ്രൈ ആണ് ഉണ്ടാക്കുന്നത്. എപ്പോഴും കോവയ്ക്ക വിഴുക്ക് വരട്ടുന്നതിന് പകരം ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കാം. അതിനായി കുറച്ച് കോവയ്ക്ക ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തെടുക്കാം. ഇതിലും കനം കുറച്ച് വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഇനി ഇത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ പെരുംജീരകപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 2 ടേബിൾ സ്പൂൺ മുളക് പൊടി എന്നിവ ചേർത്ത് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും കൂടി ചേർത്ത് മിക്സ് ആകാൻ ആവശ്യത്തിന് 1-2 സ്പൂൺ വെള്ളം കൂടി ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് അടച്ച് 20 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായി മാറ്റിവെക്കാം. 20 മിനിറ്റിന് ശേഷം ഇത് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായി പാൻ അടുപ്പിൽ വെച്ച് ചൂടായി ഓയിൽ ഒഴിച്ച് ചൂടാകുമ്പോൾ ഇതിലേക്ക് 3-4 വെളുത്തുള്ളി തൊലിയോട് കൂടി ചതച്ചതും ഒരു പച്ചമുളക് കട്ട് ചെയ്തതും കുറച്ച് കറിവേപ്പിലയും ഇട്ട് ഒന്ന് വറുത്ത് കോരി മാറ്റാം. ഇനി ഇതിലേക്ക് കോവയ്ക്ക കുറേശ്ശെ ഇട്ട് തിരിച്ചും മറിച്ചും ഇട്ട് ഫ്രൈ ആകുമ്പോൾ വറുത്ത് കോരാം. ഇത്രയുള്ളൂ, നല്ല സ്വാദിഷ്ടമായ കോവയ്ക്ക ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഇത് ചോറിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ കഴിക്കാം. വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്.